എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ പ്രിയ പാട്ടുകാരി ജാനകി അമ്മ നമ്മിൽ നിന്നും യാത്രയായി എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. കാരണം എത്രയെത്ര പാട്ടുകൾ ഇന്നും നമ്മുടെ മനസ്സുകളിൽ ഓളം തള്ളി നിൽക്കുന്നു. അവ ഇനി എന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മയായി തന്നെ നിലനിൽക്കും. ഏത് പ്രായത്തിലുള്ളവർക്കും അവരെ ഒരു പ്രത്യേക മാസ്മര ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ജാനകിയമ്മയുടെ എത്രയെത്ര പാട്ടുകൾ നമുക്ക് ഇവിടെ സമ്മാനിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്കിനിയും ഓർക്കാം, ആസ്വദിക്കാം. ഏത് വിഷമഘട്ടങ്ങളിലും ആ പാട്ടിന് അതിൻ്റെതായ ഒരു മാസ്മര ശക്തിയുണ്ട്, പ്രായഭേദമന്യേ. നമുക്കറിയാം, ഇന്നുമെന്നും ഓർക്കുന്ന എത്രയോ വർഷങ്ങൾ കഴിച്ചിട്ടും പലരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ് സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ. ആ വരികൾ എത്ര ഭംഗിയായി ആലപിച്ചു. ഇന്നും അന്നത്തെ ആ കാലങ്ങൾ ജീവിച്ചിരുന്നവർ അവർക്കൊത്തിരി പ്രായമായി കാണും. എങ്കിൽ ഇപ്പോഴും ആ പാട്ടുകൾ കേൾക്കുന്നു. അതിനുശേഷം വന്ന മറ്റൊരു പാട്ടാണ് അകലെ അകലെ നീലാകാശം. എപ്പോഴും നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പാട്ടാണ്. ജാനകിയമ്മയുടെയും യേശുദാസിൻ്റെയും സ്വരത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഇവയൊക്കെ എപ്പോഴും നമുക്കൊരു ഊർജം തരുന്നതായി നമുക്കൊരു തോന്നലുണ്ടാകും. ആ പാട്ടുകൾ കേൾക്കുമ്പോൾ അതിൻ്റേതായ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അതെഴുതിയ ആ കലാകാരനെയും ആ തൂലിക ചലിപ്പിച്ചവരെയും നാം ഓർക്കേണ്ടിയിരിക്കുന്നു. എന്താണേലും നമുക്ക് നഷ്ടപ്പെട്ടത് വലിയൊരു വ്യക്തിയാണ്. നമുക്ക് ഇനി ആ വ്യക്തിയുടെ പാട്ടുകൾ അവർ നമുക്കായി കരുതി വച്ചിട്ട് പോയിട്ടുണ്ട്. അത് നമുക്ക് കേട്ടാൽ എപ്പോഴും ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ഇല്ലെങ്കിൽ തന്നെയും ജാനകിയമ്മ എന്ന ആ ഒരു ഗായികയെ ആരാണ് ഓർക്കാതിരിക്കുന്നത്? പല ഭാഷകളിൽ ഒത്തിരി പാട്ടുകൾ ആലപിച്ചു. നമുക്കായി, മലയാളികൾക്കായി ഒത്തിരി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു. അത് പറഞ്ഞാൽ ഇപ്പോൾ തീരില്ല, അത് പറയേണ്ട സമയം അല്ലതാനും. എങ്കിൽ തന്നെയും നാം പറഞ്ഞു പോവുകയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന്, ആ മഹാവ്യക്തിക്ക് നാം നമ്മുടെ പ്രണാമം നമുക്കർപ്പിക്കാം. അവരുടെ ആ ആത്മാവിന് നിത്യശാന്തി കൊള്ളട്ടെ. അവർ മുകളിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ഗാനം ശ്രവിക്കുന്നവരെ അവർ കണ്ട് അവർ സന്തോഷിക്കും എന്നും അത് തന്നെയാണ്. കലാകാരന്മാർ ഒരിക്കലും നമ്മോടൊപ്പം ഉണ്ടാകില്ല, നമ്മളും ഉണ്ടാകില്ല. കാലങ്ങൾക്കനുസരണമായി ഓരോരുത്തരും ഇവിടെ നിന്ന് നമ്മളിവിടെ പറയും. കാലത്തിൻ്റെ അൾത്താരയിൽ നാം അടിയും. പക്ഷേ എങ്കിൽ തന്നെ നാം പോകും ഒരിക്കൽ, അത് തീർച്ചയാണ്. അതിനു മുമ്പ് നമുക്കെന്തൊക്കെയാണ് ശേഷിക്കുന്നത്? നമുക്കെന്ത് ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്ന നല്ല ഉപദേശങ്ങൾ, നല്ല കാര്യങ്ങൾ സ്വരമായിട്ടോ പ്രവൃത്തിയിലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു പലതായിട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ചെയ്യണം. നമ്മുടെ മരണശേഷം അതുകൊണ്ട് ഗുണം കിട്ടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന് നമ്മൾ ഓർക്കണം. നമുക്ക് ഈശ്വരൻ തരുന്ന ശക്തികൾ നമുക്ക് വേണ്ടി മാത്രമുള്ള, അത് മാനവരാശിക്ക് വേണ്ടിയുള്ള ശക്തിയുടെയാണ്. അവർക്ക് വേണ്ടിയായിരിക്കണം നാം ഉപയോഗിക്കേണ്ട, അവർക്ക് വേണ്ടി കരുതി വയ്ക്കണം. നാം മൺമറഞ്ഞാലും അത് എപ്പോഴും ഈ ലോകത്ത് നിലനിൽക്കും. നമ്മെ വിട്ടുപോകുന്ന ഓരോരുത്തരും, ഓരോ പ്രതിഭകളും അവരുടേതായ ഒത്തിരി ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ടാണ് അവർ യാത്രയാകുന്നത്. ആ
സിംഹാസനത്തിൽ ഇന്ന് ജാനകിയമ്മയും യാത്രയായി. ജാനകിയമ്മയുടെ വരികൾ എന്നും എന്നും നമുക്ക് ഓർക്കാം, കേൾക്കാം. ഏത് വിഷാദ സാഹചര്യത്തിലും അവരുടെ പാട്ടുകൾ നമ്മളെ ആ വിഷാദ രോഗത്തിൽ നിന്നും അകറ്റി നല്ലൊരു സന്തോഷത്തിൻ്റെ ആകാശത്തിലേക്ക് ആ വരികൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്കിഷ്ടപ്പെട്ട പല സ്വരങ്ങളും ജാനകിയമ്മ നമുക്ക് സമ്മാനിച്ചിട്ടാണ് പോയത്. എന്തിനും എപ്പോഴും അവരെ ഓർക്കാം, അവരുടെ പാട്ടുകളെ ഓർക്കാം. നമ്മുടെ ദുഃഖങ്ങൾ അതിൽ ലയിപ്പിച്ച് അതിൽ കൂടെ നമുക്ക് സന്തോഷവും കണ്ടെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരും ഒരിക്കൽ കൂടി ഒന്നായി ആ ജാനകിയമ്മയ്ക്ക് പ്രണാമം ഒരിക്കൽ കൂടി അർപ്പിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.